മൂന്നാർ ഉൾപ്പെടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള LDF ജില്ലാ നേതൃത്വത്തിന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം അല്പസമയത്തിനകം നടക്കും. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്നാണ് CPI സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ റവന്യൂ മന്ത്രി യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ അല്പസമയത്തിന് ആണ് യോഗം ചേരുക. വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, യോഗം എപ്പോഴാണ് ആരംഭിക്കുക? ജില്ലാ കമ്മിറ്റിയൊക്കെ നൽകി പരാതിയുടെയൊക്കെ തന്നെ അടിസ്ഥാനമാണോ? അത്തരം സംഭവങ്ങൾ തന്നെയാണോ അജണ്ട? തീർച്ചയായും പ്രതീക്ഷ, അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ മൂന്നാറിലെയും അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ സമഗ്രമായ ഭൂപ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള സർവകക്ഷി യോഗം ആരംഭിക്കുന്നതായിരിക്കും. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി എത്തിച്ചേരുന്നതായിരിക്കും. ഇടുക്കിയിലെ ജില്ലാ നേതൃത്വം നൽകിയിട്ടുള്ള നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് റവന്യൂ മന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് റവന്യൂ മന്ത്രിക്ക് അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ CPI സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ അറിയിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കേണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഈ യോഗത്തിൽ പങ്കെടുക്കില്ല. അദ്ദേഹം നിലവിലേതായാലും കോട്ടയത്ത് അദ്ദേഹത്തിന് ഇന്നൊരു സ്വകാര്യ പരിപാടി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിലവിൽ അദ്ദേഹത്തിന് അത്തരത്തിലൊരു അസൗകര്യം അദ്ദേഹം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം യോഗം ആരംഭിക്കും. നേതാക്കൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇടുക്കിയിൽ നിന്നുള്ള മൂന്നാറിൽ നിന്നുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും ഇവിടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ശരി ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. യോഗം വിളിച്ചത് ഒരു പാർട്ടിയും അറിയിച്ചിട്ടല്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എല്ലാ യോഗത്തിലും എല്ലാ മന്ത്രിമാരും പങ്കെടുക്കണമെന്നില്ല. റവന്യൂ മന്ത്രി വരാത്തത് അസൗകര്യം മൂലമാകുമെന്നും കോടിയേരി പറഞ്ഞു. എല്ലാ മീറ്റിങ്ങിലും എല്ലാ മന്ത്രിമാർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിരിക്കും. അത് കൂട്ടുത്തരവാദിത്വം ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലേ. ഇടുക്കി ജില്ലയിലുള്ള കുടിയേറ്റ കർഷകർക്ക് സംരക്ഷണം കൊടുക്കുക, അനധികൃതമായിട്ടുള്ള എല്ലാ കയ്യേറ്റവും ഒഴിപ്പിക്കുക, ഇതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് സമയബന്ധിതമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും. നടി ആക്രമിക്കപ്പെട്ട ദിവസം സംവിധായകൻ ലാലിന്റെ വീട്ടിലെത്തിയ PT തോമസ് MLA ചെയ്തികൾ സംശയാസ്പദമാകുന്നു. ആക്രമണ ദിവസത്തെ PT തോമസിന്റെ ഇടപെടലുകൾ പ്രതികളെ രക്ഷിക്കാൻ സഹായിച്ചുവെന്ന് നിഗമനം. PT തോമസിന്റെ ചെയ്തികളും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലെന്ന് സൂചന. കൊച്ചിയിൽ നടിക്ക് നേരെ ആക്രമണമുണ്ടായതിനു ശേഷം നടൻ ലാലിന്റെ വീട്ടിലെത്തിയ PT തോമസ് നടിയുടെ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്ന മാർട്ടിന്റെ ഫോണിൽ നിന്നുമാണ് പൾസർ സുനിയെ വിളിച്ചിരുന്നത്. ഇങ്ങനെ പൾസർ സുനിയെ PT തോമസ് വിളിച്ചതെന്തിന്? PT തോമസ് എന്തുകൊണ്ടാണ് സ്വന്തം ഫോണിൽ നിന്നും പൾസർ സുനിയെ വിളിക്കാതിരുന്നത്? PT തോമസ് ഫോണിൽ എന്ത് നിർദ്ദേശമാണ് പൾസർ സുനിക്ക് നൽകിയത്? പോലീസിന് പിടികൊടുക്കാതെ രക്ഷപ്പെടാനുള്ള നിർദ്ദേശമാണോ PT തോമസ് പൾസറിന് നൽകിയത്? PT തോമസിന്റെ കോളിന് ശേഷം പൾസർ സുനി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് സംശയം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. പോലീസ് എത്തും മുമ്പ് രക്ഷപ്പെടാൻ PT തോമസ് പൾസറിന് അവസരമൊരുക്കുകയായിരുന്നോ എന്ന സംശയവും ഉയരുന്നു. പൾസർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതോടെ പോലീസിന് അയാളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയാതെയായി. അപ്പോൾ തന്നെ പൾസറിനെ പിടികൂടാനുള്ള സാധ്യതയാണ് PT തോമസ് MLA ഇടപെടൽ കൊണ്ട് ഇല്ലാതായത്. അതോടെ പൾസർ സുനിക്ക് രക്ഷപ്പെടാനും ഫോൺ നശിപ്പിക്കാനും അഭിഭാഷകരെ കണ്ട് പുതിയ തന്ത്രങ്ങൾ മെനയാനും സമയം ലഭിച്ചു. ആ രാത്രി തന്നെ പൾസർ സുനി പിടിയിലായിരുന്നുവെങ്കിൽ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വ്യക്തമാകുമായിരുന്നു. ക്രിമിനലിനെ സഹായിച്ച PT തോമസിന്റെ നടപടി ആരെ രക്ഷിക്കാനാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ സൂചനയും. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്രസ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി. അതീവ രഹസ്യമായാണ് പോലീസ് സംഘം എത്തിയത്. ഇന്നലെ രാവിലെ 11 തുടങ്ങിയ പരിശോധന 2 മണിവരെ നീണ്ടു. വിശദാംശങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കാവ്യയുടെ ലക്ഷ്യയിലേക്ക് പരിശോധന നടന്നിരിക്കുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട എന്ത് അടിസ്ഥാനത്തിൽ, സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ഉണ്ടായത്? മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ പരിശോധനയിലൂടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചുവോ? പ്രജീഷ്, ഈ കാക്കാട് ജയിലിൽ വെച്ച് പൾസർ സുനി അയച്ചു എന്ന് പറയപ്പെടുന്ന ദിലീപിനെ അയച്ചു എന്ന് പറയപ്പെടുന്ന കത്തിൽ
ഈ കാക്കനാട് ഷോപ്പിൽ താൻ ഒളിവിൽ കഴിയുന്ന സമയത്ത് എത്തിയിരുന്നതായി സൂചന രണ്ടിടത്തുണ്ടായിരുന്നു. ദിലീപിനെ കാണാൻ വേണ്ടിയാണ് താൻ കാക്കനാട് ഒരു ഷോപ്പിലെത്തിയത്. എന്നാൽ ദിലീപ് വീട്ടിലുണ്ടെന്നായിരുന്നു ഈ ഷോപ്പിൽ നിന്ന് ലഭിച്ച മറുപടി എന്ന് പറയുകയുണ്ടായി. ഈ ഷോപ്പ് ഏതാണെന്ന് ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നില്ല. ഇത് സംബന്ധിച്ച വിവരമാണ് ഇപ്പോൾ കാക്കനാടുള്ള ഈ ഓൺലൈൻ വ്യാപാര സ്ഥാപനം, അതായത് നടി കാവ്യ മാധവന്റെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യ എന്ന ഓൺലൈൻ വ്യാപാര സ്ഥാപനത്തിൽ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഈ വ്യാപാര സ്ഥാപനത്തിൽ ഇന്നലെ രാവിലെ 11 മണിക്ക് തുടങ്ങിയ റെയ്ഡ് സിബി മടങ്ങിയെത്താം. ഇപ്പോൾ മൂന്നാറിലെ സർവകക്ഷി യോഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ തത്സമയം പരിചയപ്പെടുന്നതല്ലേ അല്ലേ മണി, ഓരോരുത്തരായിട്ട് പറഞ്ഞിട്ട് പോയാൽ എന്നിട്ട് പറഞ്ഞാൽ മതി. മണിക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ AK മണി, മുൻ MLA ആണ് ദേവികുളം. S രാജേന്ദ്രൻ, ദേവികുളം MLA. സുജികുമാർ, ജില്ലാ പഞ്ചായത്ത്. CH ജാഫർ, എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഇത്തരമൊരു യോഗം കഴിഞ്ഞ ചില യോഗങ്ങളുടെ തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭൂപ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചേരുന്ന 4ാമത്തെ യോഗമാണിത്. അപ്പോൾ ഇടുക്കി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഭൂപ്രശ്നത്തെ സർക്കാർ അതീവ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. ഇടുക്കി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നിലപാട് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് വൻകിട കയ്യേറ്റങ്ങളെ ഒഴിവാക്കുക, 77 മുൻപുള്ള മുഴുവൻ കുടിയേറ്റ കർഷകർക്കും പട്ടയം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുക, ആദിവാസികൾക്ക് ഭൂമിയും അനുബന്ധ രേഖകളും നൽകുക, കയ്യേറ്റമെന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ചില താമസ സ്ഥലങ്ങൾ ചിലപ്പോൾ കാണാൻ പറ്റും. 3 സെന്റ് ഭൂമിയിലൊക്കെ താമസിക്കുന്ന നേരെ ആൾക്കാരുണ്ടാകും. അവർക്ക് വേറെ ഭൂമിയൊന്നും ഇല്ലെങ്കിൽ അവരുടെ അനുഭവപൂർവമായ സമീപനം സ്വീകരിക്കുക. ഇതാണ് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ള നിലപാട്. ഇത്തരത്തിലൊരു പൊതു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപ്രശ്നം പരിഹരിക്കുക എന്നതാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഇതിനുവേണ്ടി ഉള്ള ഇടപെടലുകളാണ് സർക്കാർ ഇതേവരെ നടത്തിയിട്ടുള്ളത്. ഇടുക്കി മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലും ഭൂപ്രശ്നങ്ങളുണ്ട്. ഡിസംബർ 20 കഴിഞ്ഞ വർഷം ഡിസംബർ 20 തൃശ്ശൂർ ജില്ലയിലെ സവിശേഷമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ചർച്ച നടത്തിയിരുന്നു. അതുപോലെ തന്നെ ജനുവരി 4-ാം തീയതി സംസ്ഥാനത്താകെ പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായി നടന്ന കാര്യങ്ങളാണ്. ഇടുക്കിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് MLA-മാരും MP-യും എല്ലാം പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ മാർച്ച് 27 ഒരു യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നു, വിശദമായി ചർച്ച ചെയ്തു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളും എടുത്തു. അതിനുശേഷം മെയ് 7-ാം തീയതി വീണ്ടും ഒരു യോഗം അവിടുത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ വിളിച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. അത് നിങ്ങൾ ഇടുക്കിയിലുള്ള പ്രശ്നമാണ്. അതിൽ മത സാമുദായിക സംഘടനകൾ, പത്രപ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, ഇവരുടെയൊക്കെ പ്രത്യേകം യോഗവും ചേർന്നു ഇതിൻ്റെ ഭാഗമായിട്ട്.
അതോടൊപ്പം തന്നെ സർവകക്ഷി യോഗവും നടക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പട്ടയങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇടുക്കിയിലെ പട്ടയ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഗൗരവമായി ചർച്ച ചെയ്യുന്ന നിലയുണ്ടായത്. നിങ്ങൾക്കറിയാം, അവിടെ 5490 പട്ടയങ്ങളാണ് വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ നേരത്തെ തന്നെ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിർദ്ദേശങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ നൽകി കഴിഞ്ഞതാണ്. പട്ടയം നിരവധി പേർക്ക് ഇനിയും ലഭിക്കാനുണ്ട്. അവർക്കെല്ലാം പട്ടയം ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഏറെക്കുറെ ഇടുക്കിയിലെ പ്രശ്നങ്ങൾ പരിഹൃതമായി വരുന്നു എന്നുള്ളൊരു ധാരണയിലാണ് സർക്കാർ നിന്നിരുന്നത്. അപ്പോഴാണ് അടുത്ത ദിവസങ്ങളിലായിട്ട് 2 നിവേദനങ്ങൾ ഇടുക്കിയിൽ തന്നെ ലഭിച്ചത്. ഒന്ന് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ KDH വില്ലേജിലെ മൂന്നാർ ടൗണിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും മൂന്നാർ മർച്ചൻ്റ് അസോസിയേഷൻ, കേരള വ്യാപാരി വ്യവസായി സംഘടനകളുടെ പ്രതിനിധികൾ ഇവരെല്ലാം ഒപ്പിട്ട് സംയുക്തമായി സമർപ്പിച്ച ഒരു നിവേദനം ഉണ്ടായിരുന്നു. അതിൽ ഒപ്പിട്ടവർ എസ് രാജേന്ദ്രൻ MLA, CA കുര്യൻ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ, AK മണി മുൻ MLA, KPCC വൈസ് പ്രസിഡന്റ്, P മുത്തുപ്പാണ്ടി CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി, P പളനിവേൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, P കാമരാജ് CPI ദേവികുളം മണ്ഡലം ആക്ടിംഗ് സെക്രട്ടറി, KV ശശി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, KK വിജയൻ CPIM ഏരിയ സെക്രട്ടറി, KM കാദർകുഞ്ഞ് മുസ്ലിം ലീഗ്, S വിജയകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം, R കറുപ്പുസ്വാമി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, P ജയരാജ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, CK ബാബുലാൽ ഹൈറേഞ്ച് മർച്ചൻ്റ് അസോസിയേഷൻ, K ഗണേശൻ ഹൈറേഞ്ച് മർച്ചൻ്റ് അസോസിയേഷൻ, PH ജാഫർ കേരള വ്യാപാരി വ്യവസായി സമിതി, ജീനറ്റ് കോശി കേരള വ്യാപാരി വ്യവസായി സമിതി, ഇത്ര ആളുകളാണ് ഒപ്പിട്ടത്. അപ്പോൾ ഈ മെമ്മോറാണ്ടത്തിൽ മൂന്നാറിലെ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർക്കണമെന്നും ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. ഇതിൽ ഒപ്പിട്ടവരിൽ മണ്ഡലം MLA ഉണ്ട്, ഒരു പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്, ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളുണ്ട്, വ്യാപാര സംഘടനാ പ്രതിനിധികൾ, ഇവരെല്ലാം തിരുവനന്തപുരത്ത് വന്ന് കൂട്ടായി നിവേദനം നൽകിയ പ്രശ്നം അത് സർക്കാർ ഗൗരവമായിട്ട് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു യോഗം വിളിക്കുന്നതിന് ഇടയായത്. ഇതോടൊപ്പം തന്നെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ പൊതുവായ പ്രശ്നങ്ങളെ മുൻനിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നിവേദനവും തുടർന്ന് ലഭിക്കുകയുണ്ടായി. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി സർക്കാർ നടത്തുന്ന ഇടപെടലുകൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ നിവേദനം ആരംഭിക്കുന്നത്. ഇതുവരെ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ പലതും നടപ്പിലാക്കപ്പെട്ടില്ല എന്ന പ്രശ്നം അവരുന്നയിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് എടുക്കുന്ന ഗൗരവത്തിൽ തീരുമാനം പ്രാവർത്തികമാക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും സമയബന്ധിതമായി തീരുമാനമെടുക്കാത്തതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം ജനങ്ങൾക്കിടയിൽ അസംതൃപ്തിയും പ്രതിഷേധവും രൂപപ്പെട്ടു വരികയാണ്. ഇതാണ് അതിലുള്ളൊരു വാചകം.
അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പായി എന്ന പരിശോധന നടക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ അതോടുകൂടി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി മാർച്ച് 27-ന് ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ച് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസാരിക്കും. അത് എത്രത്തോളം നടപ്പിലാക്കി എന്ന കാര്യം ബന്ധപ്പെട്ടത് ഇവിടെ അവതരിപ്പിക്കും. അതിനുശേഷം യോഗത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം. ഇതിനു പുറമെ കഴിഞ്ഞ യോഗങ്ങളിൽ ഉയർന്നു വരാതിരുന്ന ചില പ്രശ്നങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ചും തീരുമാനങ്ങൾ തുടർന്ന് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. അല്ല, സെക്രട്ടറി പറയുന്നതിന് മുൻപ് നമുക്ക് ഇത്രത്തോളം വെച്ചുകൊണ്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ മതി എന്നാണ് തോന്നുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തമ്മിൽ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ നന്നാകും. സർവകക്ഷി യോഗം ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. ഇടുക്കിയിലെ പ്രമുഖ നേതാക്കന്മാരും ഒപ്പം തന്നെ സംഘടനാ നേതാക്കന്മാരും യോഗത്തിൽ പങ്കുചേരുകയാണ്. നടി ആക്രമിക്കപ്പെട്ട ദിവസം സംവിധായകൻ ലാലിന്റെ വീട്ടിലെത്തിയ PT തോമസ് MLA ചെയ്തികൾ സംശയാസ്പദമാകുന്നു. ആക്രമണ ദിവസത്തെ PT തോമസിന്റെ ഇടപെടലുകൾ പ്രതികളെ രക്ഷിക്കാൻ സഹായിച്ചുവെന്ന് നിഗമനം. PT തോമസിന്റെ ചെയ്തികളും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലെന്ന് സൂചന. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയില്ലെന്ന മുഖ്യമന്ത്രിയുടെ ബോധപൂർവമായ അഭിപ്രായ പ്രകടനമാണ് ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ സംശയവും ആശങ്കയും ഉണ്ടാക്കാൻ ഇടയാക്കിയതെന്ന് VM സുധീരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പോലീസിന്റെ ഓരോ നടപടിയും ജനങ്ങൾ ഉറ്റുനോക്കുകയാണെന്നും ഇക്കാര്യത്തിലുള്ള അമ്മയുടെ സമീപനം നീതിപൂർവമായില്ലെന്നും സുധീരൻ അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും വലിയ നികുതി പരിഷ്കരണമായ സേവന നികുതി നിലവിൽ വന്നു. പാർലമെന്റിൽ കൂടിയ ചടങ്ങിൽ രാഷ്ട്രപതി പ്രഖ്യാപനം നടത്തി. GST ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുമെന്ന് പ്രധാനമന്ത്രി. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ സമ്മേളനം ബഹിഷ്കരിച്ചു. വർണ്ണവെളിച്ചത്തിൽ മുങ്ങിയ പാർലമെന്റിൽ അർദ്ധരാത്രി 12 മണിക്ക് രാഷ്ട്രപതി പ്രണബ് മുഖർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചരക്ക് സേവന നികുതിക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചു. സെൻട്രൽ ഹാളിൽ 11 മണിയോടുകൂടി ആരംഭിച്ച പ്രത്യേക സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരും NDA ഘടകകക്ഷികളും ക്ഷണിക്കപ്പെട്ട 100ഓളം അതിഥികളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. GST നിർണായക നേട്ടമെന്ന് വിശേഷിപ്പിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. പക്ഷേ ഒരു സർക്കാരിന്റെയോ ഒരു പാർട്ടിയുടെയോ മാത്രം നേട്ടമല്ല, കൂട്ടായ യത്നമാണ്. സങ്കുചിത രാഷ്ട്രീയത്തിനപ്പുറം ഇനി രാജ്യത്തിന് വളരാനാകും. ये टीम इंडिया की कर्तृत्व शक्ति का सामर्थ्य का परिचायक है. ധനമന്ത്രിയായിരിക്കെ 2002 ഡിസംബറിൽ GSTക്ക് വേണ്ടി ആരംഭിച്ച പ്രയത്നങ്ങളെക്കുറിച്ച് രാഷ്ട്രപതി പ്രണബ് മുഖർജി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. 14 വർഷം നീണ്ട യാത്രയ്ക്ക് പരിസമാപ്തിയായി. This historic moment is the culmination of 14-year-long journey which began in December 2002 when the Calcutta Task Force on indirect taxes suggested a comprehensive goods and service tax based on the value-added tax principle. അർദ്ധരാത്രി മുതൽ രാജ്യത്തെ പരോക്ഷ നികുതി ഏകീകൃത നികുതി ഘടനയിലേക്ക് മാറി. 17-ൽ പരം കേന്ദ്ര സംസ്ഥാന നികുതികളാണ് ഇതോടെ ഇല്ലാതാകുന്നത്. അതേസമയം ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, DMK, RJD തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ വിട്ടുനിന്നു. JDS, SP, NCP തുടങ്ങിയ പാർട്ടികൾ NDAക്കൊപ്പം സമ്മേളനത്തിൽ പങ്കെടുത്തു. പാർലമെന്റിനെ വർണ്ണശബളമാക്കി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കരണം എന്ന പേരിലാണ് കേന്ദ്ര സർക്കാർ GSTക്ക് തുടക്കമിട്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഉദ്ഘാടന സമയത്ത് പ്രതിപക്ഷ നിരയെ ഒപ്പം കൂട്ടാൻ കഴിയാത്തത് രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ഏറെ തിരിച്ചടി നൽകുന്നു. പാർലമെന്റിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സാർലിംഗ്. GSTക്ക് തുടക്കം കുറിച്ച് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ പരോക്ഷമായി വിമർശിച്ച രാഷ്ട്രപതി കേന്ദ്ര ധനമന്ത്രിയായിരിക്കെ GST അംഗീകരിച്ചെടുക്കുവാൻ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളെ പലതവണ സമീപിച്ചെങ്കിലും നിരവധി തടസ്സങ്ങളും തർക്കങ്ങളും ഉയർന്നു വന്നു. GSTയുടെ ഉദ്ഘാടനം മോദി നിർവഹിക്കുമെന്ന മുൻ തീരുമാനത്തിനും അവസാന നിമിഷം മാറ്റം വരുത്തി. പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാകാതിരിക്കാൻ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സംയുക്തമായി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു.
വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ GST എന്ന ആശയം അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും ശക്തനായ എതിരാളിയായിരുന്നു അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി. ഇക്കാര്യമാണ് രാഷ്ട്രപതി പ്രണബ് മുഖർജി പാർലമെന്റിലെ പ്രസംഗത്തിൽ പരോക്ഷമായി സൂചിപ്പിച്ചത്. ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന ആശയത്തിന് 14 വർഷം മുമ്പ് 2002 ഡിസംബറിൽ തുടക്കമിട്ടു. ഭരണഘടനാപരമായും നിയമപരമായും സാമ്പത്തികപരമായും നിരവധി തടസ്സങ്ങൾ ഉയർന്നുവന്നു. GST നടപ്പിലാക്കുന്നതിനെ ചില സംസ്ഥാനങ്ങൾ എതിർത്തു. ഗുജറാത്തിനെ പ്രത്യേകം പ്രസംഗത്തിൽ പരാമർശിച്ച രാഷ്ട്രപതി അവരുമായി നിരവധി ചർച്ചകൾ നടത്തേണ്ടി വന്ന കാര്യം എടുത്തു പറഞ്ഞു. I also met the chief ministers of Gujarat, Bihar, Andhra Pradesh and Maharashtra a number of times, and I have a vivid recollection of those meetings and the various matters that were raised. Given the magnitude of the task, which spans constitutional, legal, economic and administrative spheres, it was not a surprise that there were many contentious issues. GST ഉദ്ഘാടനം സ്വയം നിർവഹിക്കാനുള്ള മോദിയുടെ ശ്രമം വിമർശനത്തെ തുടർന്ന് മാറ്റിയതും ശ്രദ്ധിക്കപ്പെട്ടു. ഉദ്ഘാടനം മോദി നിർവഹിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചത്. എന്നാൽ രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന്റെ പ്രോട്ടോകോൾ ലംഘനം വിമർശിക്കപ്പെട്ടു. ഇതേ തുടർന്ന് അവസാന നിമിഷം ഉദ്ഘാടന രീതിയിൽ മാറ്റം വരുത്തി ഇരുവരും സംയുക്തമായി ചടങ്ങ് നിർവഹിക്കുന്ന രീതിയിലേക്ക് മാറ്റി. GST കൗൺസിൽ മുൻ അധ്യക്ഷനായിരുന്ന KM മാണിയെ അരുൺ ജെയ്റ്റ്ലി പ്രസംഗത്തിൽ പേരെടുത്തു പറഞ്ഞു. സമ്മേളനം കഴിഞ്ഞിറങ്ങിയ മാണി അതിലെ ആഹ്ലാദം മറച്ചുവച്ചില്ല. കേന്ദ്ര സർക്കാരിന്റെ പുതിയ GST സമ്പ്രദായത്തെ സ്വർണ്ണ വ്യാപാരികൾ സ്വാഗതം ചെയ്തതായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ NP അഹമ്മദ്. GST നിലവിൽ വരുന്നതോടെ നികുതി വെട്ടിപ്പ് തടയാൻ സാധിക്കുമെന്നും അത് ഈ മേഖലയിൽ കൂടുതൽ മത്സരത്തിന് വഴിവെക്കുമെന്നും കള്ളക്കടത്ത് തടയാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ വ്യാപാര മേഖലയിൽ 100% സ്വാഗതം ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സിസ്റ്റമാണിത്. സ്വർണ്ണ മേഖലയിൽ ഉണ്ടായിരുന്ന വലിയൊരു പ്രതിസന്ധി ഇതിൻ്റെ പാരലൽ ബിസിനസ്സാണ്. അൺഅക്കൗണ്ട് ബിസിനസ്സും അൺഒഫീഷ്യൽ ബിസിനസ്സായിരുന്നു. GST വരുന്നതോടുകൂടി അത് ഘട്ടം ഘട്ടമായിട്ട് പൂർണ്ണമായിട്ടും അൺഅക്കൗണ്ടിങ് ബിസിനസ് ഇല്ലാതാവും. ഈ അൺഅക്കൗണ്ടിങ് ബിസിനസ് ഇല്ലാതായതോടുകൂടി ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം നിലവിൽ വരും.